ട്രാവൽ ഇൻഫോ പലപ്പോഴും കുട്ടികൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സ് ആണ് ട്രാവൽ ഇൻഫോ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ നമുക്ക് ഈ പറയുന്ന ട്രാവൽ ഇൻഫോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. സോ ഇതുപോലത്തെ ധാരാളം ഡിസ്കോഴ്സുകളും ധാരാളം ലൈവ് ക്ലാസ്സുകളും നമ്മുടെ ചാനൽ വരുന്നുണ്ട്. സോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ട്രാവൽ ഇൻഫോയിലേക്ക് കിടക്കുകയാണ്. 2026 മോഡൽ എക്സാമിന് ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ ഇൻഫോ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുള്ള ഒരു ട്രാവൽ ഇൻഫോ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2024 മോഡൽ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിട്ടുള്ളൊരു ട്രാവൽ എസ്സേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ടൂറിസ്റ്റ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു പ്രിപ്പയർ എ ട്രാവൽ ഇൻഫോ ഹൈലൈറ്റിംഗ് ദ അട്രാക്ഷൻ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ട്രാവൽ ഇൻഫോ. ആക്ച്വലി എന്താണ് ട്രാവൽ ഇൻഫോ? ട്രാവൽ ഇൻഫോ വെറും 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും പക്ഷേ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് അതിൽ ആവശ്യമുണ്ട്. മാത്രമല്ല അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അവസാനം വരെ കണ്ടിരിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. നമ്മൾ ഇതിൻ്റെ ഒരു സപ്പോസ് ഒരു ആൻസർ നമ്മൾ എഴുതാൻ പോകുന്നത്. തൽക്കാലം നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് പോകാൻ പോകുന്നത്. മലമ്പുഴ ഡാമിൻ്റെ ട്രാവൽ ഇൻഫോ ആണ്. ഒരു ബോക്സ് നിങ്ങൾ വരച്ചു വെക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാ എക്സാമ്പിളിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന സമയത്ത് ഒരു ബോക്സ് വരച്ചു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോ ആണ് കൊടുക്കാൻ പോകുന്നത്, ആ സ്ഥലത്തിൻ്റെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ആ സ്ഥലത്തിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭയങ്കര നീട്ടി വലിച്ച് നമ്മൾ ഭയങ്കര ലിറ്ററേച്ചറായിട്ട് എഴുതുന്നില്ല. അത് ട്രാവലോഗ്, അത് വേറെയാണ്, അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡാംസ് ആൻഡ് റിസർവോയർ ഇൻ കേരള, ലൊക്കേറ്റഡ് ഇൻ പാലക്കാട് അടുത്തുള്ളതാണ്, ഏറ്റവും വലിയ ഡാമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് 1955 നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്ര അടി ഉയരമുണ്ട്, പിന്നെ ഇത്രയും വലുതാണ്. ഭാരതപ്പുഴ എന്താക്കുന്നുണ്ട്, ട്രിബ്യൂട്ടറി ഓഫ് ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ അവിടെ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഏപ്രിൽ വരെയാണ്. അവിടേക്ക് കോൺടാക്ട് നമ്പർ, ഏതെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം, 1 2 3 4 5 6 7 അങ്ങനെ കൊടുത്താൽ മതി. ഇനി എങ്ങനെ അവിടെ എത്താം, ഇത് കോമൺ ആണ്. എല്ലാ ട്രാവൽ ഇൻഫോ എഴുതുന്ന സമയത്തും അവിടെ എങ്ങനെ എത്താം, ഗെറ്റിംഗ് ദെയർ എന്നുള്ളൊരു സൈഡ് സെൻറ്റൻസ് നിങ്ങൾ സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ബൈ റോഡ് മുഖേന ഇങ്ങനെ എത്താം. ഓക്കെ, ഇന്ന സ്ഥലത്ത് നിന്ന് ബസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്താം. റെയിൽ മാർഗം എങ്ങനെ എത്താം എന്നുള്ളത്, എവിടെ ഇറങ്ങണം, എവിടെ ഇറങ്ങിയിട്ട് എവിടെ നിന്ന് ബസ് കയറണം എന്നുള്ള സാധനം കൊടുക്കാം. അതുപോലെ തന്നെ ബൈ എയർ, നമ്മളെ ഫ്ലൈറ്റിലൂടെ എങ്ങനെ വരാം എന്നുള്ള ഡീറ്റെയിൽസ് കൊണ്ടു കൊടുക്കുക. നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളതിൻ്റെ ഹെഡിങ് ഡോണ്ട് മിസ് ഔട്ട് എന്നുള്ള ആ ഒരു സബ് ടൈറ്റിൽ നിങ്ങൾക്ക് അണ്ടർലൈനൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. എന്തൊക്കെയാണ്, ഡാം, സ്നേക്ക് പാർക്ക്, അതിൻ്റെ അടുത്ത് തന്നെ സ്നേക്ക് പാർക്ക് ഉണ്ട്, മലമ്പുഴ ഗാർഡൻ, റോപ്പ് വേ, അങ്ങനെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ എന്താക്കാം പറഞ്ഞു കൊടുക്കാം. ദ ക്യുസീൻ, അതായത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഫ്രൈഡ് ഫിഷസ് ആണ്, ഫ്രഷ്ലി കോട്ട്, അവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വറുത്ത് തരുന്ന ഫിഷ് അവിടെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അവിടെയാണ് താമസം, അക്കോമഡേഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഹെഡിങ് ആയിട്ട് ഇതൊക്കെ കൊടുക്കുക. KTTC ഗാർഡൻ ഹൗസ് ഉണ്ട്, മലമ്പുഴ ഡാം റിസോർട്ട് ഉണ്ട്. എന്നിട്ട് അവസാനം അവർക്കൊരു എന്താ പറയുക, എൻജോയ് യുവർ ട്രിപ്പ് എന്നുള്ള ആ ഒരു പിന്നെ വിഷും കൂടി കൊടുത്തിട്ട് ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഇൻഫോ കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, തൽക്കാലം നമ്മൾ ഊട്ടിയെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഹിൽ സ്റ്റേഷൻ തമിഴ്നാടാണ്. അപ്പോൾ നീലഗിരിയിലെ ഹിൽസിലാണ് അത് നിലകൊള്ളുന്നത്. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1824 ബ്രിട്ടീഷുകാരാണ് അത് ഫൗണ്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇത്ര ആൾട്ടിറ്റ്യൂഡിലാണ്, അത്രയും സീ ലെവലിൽ നിന്ന് അത്ര ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. അവിടുത്തെ ചാപ്പിടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ നമുക്കറിയാലോ. അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം കൊടുത്തിട്ടുണ്ട്, പിന്നെ കോൺടാക്ട് നമ്പർ. പിന്നെയാണ് നമ്മൾ സബ് ടൈറ്റിലേക്ക് വരുന്നത്, അവിടെ എങ്ങനെ എത്താം, റോഡ് മാർഗം, റെയിൽ മാർഗം, എയർ മാർഗം എത്താം. അതുപോലെ തന്നെ അവിടെ മിസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഊട്ടിയിലേക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ദൊഡ്ഡേപേട്ട പീക്ക്, റോസ് ഗാർഡൻ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, ഇതൊക്കെ നിങ്ങളെല്ലാവരും പോയവരായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റുന്ന മസ്റ്റ് ട്രൈ ഫുഡ് ഏതൊക്കെയാണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്, നമ്മളെല്ലാവരും കഴിച്ചതാണ് അല്ലേ. അതുപോലെ തന്നെ ഊട്ടിവാക്കി ബിസ്ക്കറ്റ് ഉണ്ട്, ഫ്രഷ് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഡിഷസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻ അല്ലേ, അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റെർലിംഗ് ഊട്ടി എൽക്ക് ഹിൽ ഉണ്ട്, ഹോട്ടൽ ലേക്ക് വ്യൂ, ഇതൊക്കെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവസാനം ഒരു വിഷയം എൻജോയ് യുവർ ട്രിപ്പ്. അതുപോലെ നമ്മൾ ദുബായിൻ്റെതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താക്കാം, ഇത് ഒരു ഫോർമാറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. അടുത്തത് നിങ്ങൾ എവിടെ പോകും എന്നുള്ളത് ജസ്റ്റ് എന്താക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാവൽ ഇൻഫോ എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു ഡിസ്കോഴ്സ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഏത് ഡിസ്കോഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രാവൽ ഇൻഫോ നിങ്ങൾക്ക് എവിടെയായിരിക്കും നിങ്ങളുടെ എക്സാമിൽ എഴുതാൻ പോകുന്നത് എന്നുള്ളതും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD.